അഖിലയുടെ അമ്മ പൊന്നമ്മ. എല്ലാ മക്കൾക്കും അമ്മ പൊന്നമ്മ തന്നെയാണ്. കാക്കയ്ക്കും തൻ കുഞ്ഞ് പൊൻകുഞ്ഞു താൻ എന്ന് പറയുന്നത് പോലെ എല്ലാ അമ്മമാർക്കും തൻ്റെ കുഞ്ഞുങ്ങൾ പൊൻകുഞ്ഞുങ്ങളാണ്. അതുപോലെ തന്നെയാണ് കോട്ടയം ജില്ലയിലെ വൈക്കം സ്വദേശികളായിട്ടുള്ള അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏക മകളായിട്ടുള്ള അഖില. അമ്മയും അതുപോലെ തന്നെ മകളും തമ്മിലുള്ള പാരസ്പര്യം അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ അതിനൊരു ദിശാമാറ്റം സംഭവിച്ചത് ഹോമിയോ ഡോക്ടറാകാൻ പഠിക്കുന്നതിനിടയിലാണ്. ആ ഹോമിയോ ഡോക്ടറാവാൻ പഠിക്കുന്നതിനിടെ കൊല്ലം സ്വദേശിയായിട്ടുള്ള ഷെഫീൽ ജഹാനെ ഈ അഖില വിവാഹം കഴിച്ചു. ഈ വിവാഹം വീട്ടുകാരറിയാതെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ അച്ഛനായ അശോകൻ ഹൈക്കോടതിയെ സമീപിച്ച് അതൊരു കേസാക്കി. അത് വലിയൊരു കോളിളക്കമായി. ഹാദിയ പക്ഷത്ത് നിന്നുകൊണ്ട് ഒരുപാട് പേർ മുദ്രാവാക്യങ്ങൾ ഇവരൊക്കെ വിളിച്ചു. പക്ഷേ ഈ പൊന്നമ്മയുടെയോ അല്ലെങ്കിൽ അശോകൻ്റെയോ പക്ഷത്ത് നിൽക്കാൻ അധികം ആരും ഉണ്ടായില്ല. സ്ത്രീകളുടെ സ്വാതന്ത്ര്യം മുതലായ കാര്യങ്ങൾ അവർക്ക് സദാചാര പോലീസുകളുടെ ആവശ്യമില്ല, സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാം, പ്രേമിച്ച പുരുഷനെ തന്നെ വിവാഹം കഴിക്കണം, വീട്ടുകാരുടെ അഭിമതത്തിനൊന്നും അവിടെ യാതൊരു സ്ഥാനവുമില്ല. വീട്ടുകാരുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അമ്മയുടെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ നൊന്ത് കഷ്ടപ്പെട്ട് പ്രസവിക്കുക, എന്നിട്ട് വളർത്തുക, കഷ്ടപ്പെട്ട് അവൾക്ക് വേണ്ടിയിട്ട് തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കും, അല്ലെങ്കിൽ മുകളിൽ നിന്ന് പേനരിക്കും എന്നുള്ളൊരു ഭീതിയോടുകൂടി അങ്ങനെ വളർത്തിക്കൊണ്ടുവരിക. തറയിൽ വെച്ചാൽ ഉറുമ്പ് അരിക്കും, മടിയിൽ വെച്ചാൽ പേനരിക്കും എന്നുള്ള ഒരു ചിന്താഭാരത്തോടും ഉത്കണ്ഠയോടും കൂടി അമ്മ ഉറങ്ങാതെ മകൾ ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ സ്നേഹത്തിൻ്റെ പ്രകർഷണം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ഒരമ്മയ്ക്ക് തോന്നുന്നത് അവളുടെ കുഞ്ഞിനോട് തന്നെയാണ്. ഒരു സംശയമില്ല. കുഞ്ഞിനെന്ന് പറഞ്ഞാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ സ്നേഹത്തിൻ്റെ അഗാധത ഇത്രമാത്രം ഭാസുരമാവുന്ന ഒരു ബന്ധം വേറെ ഇല്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഇരിക്കെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ഇദ്ദേഹവുമായിട്ട് വിവാഹം കഴിച്ചു. അത് കോടതിയും അപ്രൂവ് ചെയ്തു. കാരണം പ്രായപൂർത്തിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കാൻ അവളുടെ തന്നെ തീരുമാനമെടുക്കാം. അതോടുകൂടി ഹൃദയം നുറുങ്ങിപ്പോയി. പൊന്നമ്മ അകാലത്തിൽ മരിക്കാനിടയാക്കിയത് ആ ഒരു സംഭവമാണെന്നുള്ളത്, ആ ഒരു ഹൃദയസ്തംഭനം അന്നേ അവരെ കഴിഞ്ഞിരുന്നു. അവരുടെ മരണകാരണമായിട്ട് അവരുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മളെല്ലാം ഇങ്ങനെയുള്ള ദുര്യോഗങ്ങൾ ജീവിതത്തിൽ കാണാനും അനുഭവിക്കാനും ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞിട്ട് ഈ പെൺകുട്ടി തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി ഖാലിദ് ദസ്തഗീർ എന്നു പേരുള്ള ഒരു മുസ്ലിം യുവാവിനെ രണ്ടാമത് വിവാഹം കഴിച്ചു. അതീവ രഹസ്യമായിട്ടാണ് വിവാഹം കഴിഞ്ഞത്. നേരത്തെയുള്ള വിവാഹത്തിൽ തന്നെ വീടുമായിട്ടുള്ള ബന്ധമെല്ലാം പോയിരുന്നു. ഈ സന്യാസിമാർക്ക് പൂർവാശ്രമമില്ല എന്ന് പറയുന്നത് പോലെ വീടുമായിട്ട് യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി. എന്നാലും പെറ്റമ്മ അമ്മയല്ലാതാവുന്നില്ലല്ലോ. ആ അമ്മയ്ക്ക് മകളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും വേദനകളും മകനെ കാണണമെന്നുള്ള ആഗ്രഹവും അവർ കൊണ്ടു നടന്നു. പക്ഷെ ഇന്നുവരെ ആ മകളെ കാണുക എന്നുള്ള അവരുടെ ആഗ്രഹം സത്യമായില്ല. അപ്പോൾ അവസാനം മരിക്കാൻ പോകുന്ന നിമിഷത്തിലെങ്കിലും അവരിങ്ങനെ ഈ നരകയാതന കൊണ്ട് തന്നെ, ഈ വേദന കൊണ്ട് തന്നെ, ഒരു സൈക്കോസോമാറ്റിക് ഡിസോർഡറായിട്ട് അത് വരുമല്ലോ ജീവിതത്തിൽ. കാരണം മകള്, അതും പൊന്നുപോലെ നോക്കിയിരുന്ന മകള്, ഇത് പൊന്നമ്മ എന്നാണ് പേരെന്ന് പറയുമ്പോൾ എല്ലാ അമ്മമാരും പൊന്നമ്മമാർ തന്നെയാണ്. പെൺകുട്ടികളുടെ പ്രത്യേകിച്ചും അവർക്ക് വേണ്ടി ജീവൻ തന്നെ ബലിയർപ്പിച്ച എത്രയോ മാതാക്കളുടെ കാര്യം നമുക്കറിയാം. ജീവിവർഗത്തിലും അങ്ങനെ കാണാം. ഇരയായി വരുന്നവർക്കെതിരെ പൊരുതി മരിക്കുന്ന എത്രയോ മൃഗങ്ങളുണ്ട്, എത്രയോ പക്ഷികളുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അതാണ് ആ മക്കളുടെ ജീവന് അമ്മമാർ കൊടുക്കുന്ന വില. പക്ഷേ ഒന്നും വേണ്ട, അമ്മയെ ചികിത്സിക്കണ്ട, ശുശ്രൂഷിക്കണ്ട, ഒന്നും ചെയ്യണ്ട, പണവും കൊടുക്കണ്ട, ഒന്നും വേണ്ട. ഒന്ന് കണ്ടാൽ, മരിക്കുന്നതിന് മുമ്പ്, യാത്ര പറയുന്നതിന് മുമ്പ് ഒന്ന് വിട വാങ്ങാൻ വേണ്ടി ഒന്ന് കണ്ടാൽ മതി എന്നാണ്. എല്ലാം മറന്നു. അമ്മയെയും അച്ഛനെയും ഉപേക്ഷിച്ചുകൊണ്ട് പോയി 2 കല്യാണം നടത്തിയതും അവർ സഹിച്ചു.
പക്ഷേ ദൗർഭാഗ്യകരമുണ്ട്. ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് ധാരാളം മതങ്ങൾ മാറി വിവാഹം കഴിക്കുന്നത്, ജാതി മാറി തന്നെ ഇഷ്ടപ്രകാരം പ്രേമ വിവാഹങ്ങൾ. അവസാനം ഇതെല്ലാം എങ്ങനെ വരും? അവർ തമ്മിലൊരു യോജിപ്പിലെത്തും. അതാണ് നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്. എന്നത്തേക്കുമുള്ള സ്ഥിരമായിട്ടൊരു കലഹത്തിലേക്ക് അതൊന്നും ഒരിക്കലും പോകാറില്ല. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്ന് വന്ന് കാണിക്കൂ എന്ന് ആ വീട്ടുകാരോട്, ആ പെൺകുട്ടിയോട് സംസാരിക്കാൻ ഇവർക്ക് സ്വാതന്ത്ര്യമില്ല. അപ്പോൾ വീട്ടുകാരോട് ഒന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കിട്ടിയ പ്രത്യുത്തരം ദൈവത്തിൻ്റെ വിളംബരം പോലെ, വെളിപാട് പോലെ കിട്ടിയ വിളംബരം. അഖില എന്നൊരാൾ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ജീവിച്ചിരിക്കുന്നത് ഹാദിയയാണ്. ഹാദിയയ്ക്ക് നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല. ഹാദിയയ്ക്ക് സ്വന്തം പെറ്റമ്മയുമായിട്ട്, സ്വന്തം പൊന്നമ്മയുമായിട്ട് ഒരു ബന്ധവുമില്ലെന്ന് അവിടുന്ന് തീർപ്പ് കൽപ്പിച്ചു. ഇതാണ് ഉണ്ടായത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവർക്കിടയിൽ, കേരളത്തിലെ മനുഷ്യരാണ്, ഇന്ത്യയിലെ മനുഷ്യരാണ്, ആ മനുഷ്യർക്കിടയിൽ ഒരു മറ. അമ്മ അല്ലാതാവുന്നത് എങ്ങനെ? ജീവശാസ്ത്രപരമായിട്ട് ഒരിക്കലും ആവാൻ പറ്റില്ല. DNA അതിന് തെളിവായിട്ട് നിതാന്തമായിട്ട് വർത്തിക്കും. ഈ അമ്മ മരിച്ചു കഴിഞ്ഞാലും DNA തെളിവുകളുണ്ടാവും. ഒരു കോശത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഒരു ശതാംശം ലഭിച്ചാൽ മതി, അതിൽ നിന്ന് DNA പറയും ഇത് അവളുടെ അമ്മ തന്നെയാണെന്ന്. അപ്പം ശാസ്ത്രത്തെ നിരാകരിക്കുകയാണ്. ഇവൾക്ക് അങ്ങനെ ഒരു അമ്മയില്ല എന്ന് പറഞ്ഞ് ശാസ്ത്രത്തെ പോലും നിരാകരിക്കുന്ന മതദേഹങ്ങൾ, ആ മതം എന്ന് പറയുന്ന ആ മാറാപ്പ് കയറി മനുഷ്യബന്ധങ്ങളെ ഇല്ലാതാക്കുന്ന ആ ഒരു നീതിക്രമം, അത് ശരിയാണോ എന്നുള്ളത് കേരള സമൂഹത്തിലെ എല്ലാവരും ഓർക്കേണ്ടതാണ്. ഇത് മതത്തിൻ്റെ സ്വഭാവമല്ല, മതം മൂലം മതദേഹങ്ങളായിട്ട് മാറിയിട്ടുള്ള, മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാരുടെ ചിന്തയാണ്. കാരണം എല്ലാവരും ഇങ്ങനെയല്ല. മുസ്ലിം ഹിന്ദുവിനെ വിവാഹം കഴിച്ചതും, മുസ്ലിം സ്ത്രീ ഹിന്ദുവിനെ വിവാഹം കഴിച്ചിട്ടും, ഹിന്ദു സ്ത്രീ മുസ്ലിമിനെ വിവാഹം കഴിച്ചിട്ടും ഒരു കുഴപ്പവുമില്ലാത്ത ഭദ്രവും ഭാസുരമായിട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ, സ്നേഹത്തോടെ ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങൾ കേരളത്തിലുണ്ട്. ഉദാത്തമായിട്ടുള്ള മാതൃകകളാണ്. ഇത് ഹീനമായിട്ടുള്ള മാതൃകയാണ്. കല്യാണം കഴിച്ച് മതവും മാറി, പേരും മാറി, 6ാം വേദവും കൂടി കഴിഞ്ഞപ്പോൾ അമ്മ ഇല്ലാതാവുന്നു. സന്യാസിമാർക്ക് പൂർവാശ്രമം ഇല്ലാതാവുന്നു എന്ന് പറയുന്നത് പഴയ ബന്ധങ്ങളോട് അവർ പ്രതികരിച്ചു കഴിഞ്ഞാൽ അവർ സന്യാസി അല്ലാതാവും എന്നുള്ളതാണ്. സർവസംഘ പരിത്യാഗികളാണ്. അവർക്ക് മുമ്പിൽ സ്നേഹം ഇല്ലാതാവുന്നത് കൊണ്ടല്ല, മറിച്ച് ലോകത്തിലുള്ള എല്ലാ പൗരന്മാരെയും, ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ ചരാചരങ്ങളെയും ഒന്നുപോലെ കണക്കാക്കുന്നത് കൊണ്ടാണ്. സ്വന്തം ബന്ധുക്കളെന്ന് പറയുന്ന ഒരു വേറൊരു കൃത്യം അല്ലെങ്കിൽ ഒരു വിവേചനം വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു പൂർവാശ്രമത്തെ ഉപേക്ഷിക്കൽ എന്ന് പറയുന്ന ത്യാഗം. അത് ത്യാഗമാണ്, വെറുപ്പല്ല. ഇവിടെ ഇത് വെറുപ്പാണ്. എന്തിനോടുള്ള വെറുപ്പ്? ഒരു മതത്തോടുള്ള വെറുപ്പ്, വിദ്വേഷം. ഇതിനാണ് വിദ്വേഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നത് വിദ്വേഷത്തിൻ്റെ മതമാണ്, സ്നേഹമല്ല. മുഹബത്ത് കി ദുഃഖാനല്ല ഇത്. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം. എന്ത്? മനഃശാസ്ത്രമുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് റാഡിക്കലൈസ് ചെയ്യപ്പെട്ട ഫണ്ടമെൻ്റലിസ്റ്റുകളായിട്ട് ഒരു വിഭാഗമുണ്ട്. ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാർ, അതിന് മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെടുന്ന വ്യക്തികളോട് ഒരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങൾ ഏതൊരു രാജ്യത്ത് താമസിക്കുന്നുവോ, നിങ്ങൾ ആ രാജ്യത്തിൻ്റെ വിശ്വാസം നേടണം. ദൈവത്തിൻ്റെ വിശ്വാസം നിങ്ങൾക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആ രാജ്യത്ത്, ആ ഇക്കോസിസ്റ്റത്തിൽ ജീവിക്കുന്ന ആൾക്കാരുടെ വിശ്വാസം ആർജിക്കണം. അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങളുണ്ടാവും. പിന്നെ ആരെയെങ്കിലും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, അത് സ്വാഭാവികം മാത്രമാണോ? ഏതൊരു രാജ്യത്തായാലും ഉണ്ടാവും സംശയങ്ങൾ. ഇങ്ങനെയൊക്കെ പെറ്റ തള്ളയെപ്പോലും കാണാൻ അവസരം നിഷേധിക്കുമ്പോൾ ആ സംശയങ്ങൾ ബലപ്പെടുകയാണ്. നമ്മളാരും മതത്തിൻ്റെ ലോകത്തല്ല ജീവിക്കുന്നത്, മനുഷ്യരുടെ ലോകത്താണ്. അവസാനമായിട്ട് വയലാർ പാടിയ അതേ വരികൾ തന്നെ പാടാനുള്ളൂ. മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യനും മതങ്ങളും ദൈവങ്ങളും കൂടി മണ്ണ് പങ്കുവെച്ചു, അവർ മനസ്സ് പങ്കുവെച്ചു. അതാണിപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത്. ABC ന്യൂസിന് മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്, ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ബെൽബട്ടനും അമർത്തുക.